പെൺബുദ്ധി എപ്പോഴും പെൺബുദ്ധി, അതിൽ നിൻബുദ്ധി അവിവേക കുരങ്ങിൻ ബുദ്ധി. ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാർക്കെതിരെ ഉപയോഗിക്കുന്ന ഒളിയമ്പുകളാണിത്. പക്ഷെ സൈക്കോളജി പറയുന്നത് സ്ത്രീകൾ പല കാര്യങ്ങളിലും പുരുഷന്മാരെക്കാളേറെ മുൻപന്തിയിലാണെന്നാണ്. അതിലൊന്നാമത്തത് റെസീലിയൻസ് സ്കില്ലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. സമൂഹത്തിൽ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ അഥവാ വിധവകൾ, അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറാണ്. അത് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ലൈഫിന് വേണ്ടിയിട്ടൊക്കെ. അത് നേരെ തിരിച്ചാണെങ്കിൽ ആലോചിച്ചൊക്കെ അതിന് റെഡിയാവോ? ഒരിക്കലുമില്ല. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ പറയുക, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജീവിച്ചോളാം എന്ന് പറയാനൊരു ധൈര്യമുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അത് റെസീലിയൻസ് ഉള്ളത് കൊണ്ടാണ്. അവർ വീട്ടിലൊരു ആർക്കെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തയ്യാറാണ്. മറ്റുള്ളവർക്ക് അത് കഴിയണമെന്നില്ല. ആൻഡ് ദെൻ രണ്ടാമത്തത് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളത് സ്ത്രീകൾക്കാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നഴ്സറിയിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ഇതിനൊക്കെ സ്ത്രീകൾക്കാണ് പറ്റുക. നഴ്സറി പഠിപ്പിക്കാൻ മീൻസ് ലേഡി ടീച്ചേഴ്സേ ഉള്ളൂ. നേഴ്സ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത് ലേഡീസാണ്. അതുകൊണ്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലുണ്ട്. അതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മിറർ ന്യൂറോൺസ് കൂടുതലുണ്ട് എന്നാണ്. അതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. ആൻഡ് ദെൻ തേർഡ് വൺ, മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിൻ്റെ അപ്പോസ്തലന്മാരാണ് സ്ത്രീകൾ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് ഒരു അടുക്കളയിൽ കുഞ്ഞുണ്ടാവും, കയ്യിൽ അടുപ്പത്ത് സാധനങ്ങളുണ്ടാവും, വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ വർക്കിൻ്റെ കാര്യങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? സ്ത്രീകൾക്കാണ്. അവിടെ ലെഫ്റ്റ് ബ്രെയിൻ കണക്ഷൻസ് കൂടുതലായതുകൊണ്ടെന്നാണ് പറയപ്പെടുന്നത്.